കോഫി ഷോപ്പിൽ മറ്റേ എയർപോർട്ടിലുള്ള കോഫി ഷോപ്പിൽ തിരിഞ്ഞ് നിന്ന് കാപ്പി എടുത്തോണ്ടിരിക്കുക. അപ്പോൾ കാപ്പി എടുത്തോണ്ടിരിക്കുമ്പോൾ സ്ത്രീ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇരുന്നോന്ന് പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ഡൽഹിക്ക് മകനെ കാണാൻ വേണ്ടി പോകും. ഞാൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാണാറുണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം സിനിമയൊന്നും അവർ അടുത്ത കാലത്ത് തിയേറ്ററിലൊന്നും പോയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ സിനിമ ഇന്റർവ്യൂ ആയിരിക്കും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഇന്റർവ്യൂ പ്രത്യേകിച്ച് 75+ ഒരാൾ ഇരുന്ന് കാണുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു വർഷം മുന്നേ ഹസ്ബൻഡ് മരിച്ചു, അപ്പോൾ മകൻ്റെ അടുത്ത് പോയി നിൽക്കാനൊന്നും അധികം ഇഷ്ടമില്ല, ഞാൻ വീട്ടിൽ നമ്മുടെ നാടൊക്കെ അല്ലേ നമുക്ക് ഇഷ്ടം, അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക, എത്രയോ വർഷത്തെ പ്രണയമൊക്കെ ആയിരുന്നു ഇവരിങ്ങനെ കഥ പറഞ്ഞു. അപ്പം ഭർത്താവ് മരിച്ചിട്ട് ഒരു ദിവസം വീട്ടിൽ എന്ത് ചെയ്യണം, എന്താ ഭയങ്കര ഒറ്റപ്പെടൽ, ഒരു ലോൺലിനെസ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഒരു ദിവസം രാത്രി ഉറക്കമില്ലാതെ 12 മണിക്ക് അടുക്കളയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നടന്നു നീങ്ങിയപ്പോൾ ജോലിക്കാർ എന്തോ കണ്ടിട്ട് അവൾ അട്ടഹസിക്കുന്നു, ചിരിക്കുന്നു. ഇവിടെ രാത്രി കാലങ്ങളിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ അവളോട് ദിവസം ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാ മോളെ ഇത് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്രീനിവാസൻ ഒരു മോനുണ്ട്. അപ്പൊ എനിക്ക് ശ്രീനിവാസനെ അറിയാം, ഓക്കെ, അച്ഛനെ അറിയാം. അപ്പൊ അച്ഛൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ശ്രീനിവാസന് ഒരു മോനുണ്ട്, പുള്ളി ഭയങ്കര തമാശയാണ്, ആ അമ്മ ഒന്ന് കണ്ടോക്ക്, വെറുതെ ഇരുന്ന് രാത്രിയൊക്കെ കാണാം, പുള്ളി വീട്ടുകാരെ പറ്റിയിട്ടും കുടുംബക്കാരെ പറ്റിയിട്ടൊക്കെ കുറ്റം പറഞ്ഞൊക്കെ ഭയങ്കര രസമാണ് അതൊക്കെ പറഞ്ഞിട്ട് ഈ ജോലിക്കാരി പറഞ്ഞിട്ട് ഈ രാത്രി 11-12 മണിയോ സമയത്തൊക്കെ ഈ അമ്മ ഇരുന്നിട്ട് കുത്തിയിരുന്ന് കാണൂത്രേ. അവരെന്റെ ഇന്റർവ്യൂവിലുള്ള കഥകൾ എന്നോട് പറഞ്ഞു തരാം. എന്നിട്ട് അവരെന്നോട് പറയാ, എന്റെ ആ ഭർത്താവ് മരിച്ച ആ 3-4 മാസം ഞാൻ കഴിഞ്ഞു കൂട്ടിയത് മോന്റെ ഈ പറയുന്ന ഈ രസങ്ങളും തമാശകളൊക്കെ കേട്ടിട്ടാണ്. അപ്പൊ ഞാനില്ലേ, ഇത്രമാത്രം വലിയൊരു മനുഷ്യൻ നമ്മൾ പെട്ടെന്ന്. അപ്പൊ നമ്മൾ പറയുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തുമാത്രം ഇമ്പാക്ട്, നമ്മളിതൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ, നമ്മളിതൊന്നും പറയുന്നത് ചിരിപ്പിക്കാൻ